hello, it's me Sri Lakshmi. Welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ നമ്മള് ബ്രോഡ്വേ എക്സ്പ്ലോർ അല്ല ബ്രോഡ്വേ പോകുന്ന വീഡിയോ ആണ് ഗൈസ് വിത്ത് മിസ്റ്റർ ഹസ്ബൻഡ് ആൻഡ് സ്റ്റാവാമിക്കുട്ടി ഉണ്ട്. കാശപ്പനില്ല, ആളെ സ്കൂളിൽ വിട്ട് അപ്പം 2 മണിയാകുമ്പോൾ വരും. അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ എത്തണം, അല്ല തിരിച്ച് വീട്ടിൽ വരണം. അതുകൊണ്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. പോകുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, കാശപ്പിന് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം. ഡ്രസ്സ് ഇൻ ദ സെൻസ് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ എടുക്കാന്ന് വിചാരിച്ചു. എന്നാലും വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ആൾക്ക് ചെറുതായി, ആള് വലുതായെന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് പോവാണ് ഗൈസ്. ഞങ്ങൾ സ്ഥിരമായി പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം. ഞങ്ങൾ മനുഷ്യനാണ് കേട്ടോ വാങ്ങിക്കുന്നത്. മാമി അവിടെ സുന്ദരിയാണോ എന്തോ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉണ്ടാവില്ല ചേട്ടാ. ട്രാഫിക്കിലുണ്ടെങ്കില് പെട്ടു ഒരു 10 മിനിറ്റ് വീണ്ടും അവിടെ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റും. പിന്നെ നമ്മളിപ്പോ പോയാലും അപ്പുറത്ത് മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ, കുറച്ചു നേരം അവിടെയൊക്കെ പോയി ഇരിക്കാറുള്ളത് പതിവാണ്. ഇന്നെന്തായാലും ഇല്ല, കാരണം കാശപ്പൻ വന്നു കഴിഞ്ഞാൽ പാടാണ്. അവനില്ലാണ്ട് പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വഴക്കുണ്ടാവും. ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയാം ഗൈസ്, ഇപ്പം ഞാനും മനുഷ്യനും കൂടെ ഞങ്ങൾ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ, അത് റീൽസ് അല്ലെങ്കിൽ വീഡിയോ ഇടും. ഇവനാ വീഡിയോ കണ്ടിട്ട് ഞങ്ങളോട് വന്ന് പറയാം, ഞങ്ങളെ കൊണ്ടുപോകാണ്ട് അമ്മും അച്ഛനും കൂടെ പോയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വഴക്കെന്നല്ല, ഞാനിതൊക്കെ അറിയുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇന്ന് പോയെന്ന് പറഞ്ഞാലും വഴക്കായിരിക്കും. ഓക്കെ, പിന്നെന്താ, ഡ്രസ്സ് എടുക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ കണ്ണി കണ്ട എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാല് വാരി എടുക്കാനായിട്ട്. ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് അഖ മംഗളവനം. പണ്ട് PSC പഠിക്കുമ്പോ എന്തൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് എന്റെ ദൈവമേ, എനിക്കറിയില്ല. എന്നിട്ട് നമ്മൾ ഈ റോഡ് നേരെ ചെന്ന് കേറുന്നത് കേരള ഹൈക്കോടതിയുടെ ബാക്ക് സൈഡിലാണോ ചേട്ടാ? ഓ, ആക്ച്വലി ഇത് എന്താണ് പറയും മിസ്റ്റർ ഹസ്ബൻഡ്? ഇത് ഹൈക്കോടതിയുടെ ബാക്ക് സൈഡ് ആണ്. ഓക്കെ, നമ്മൾ നേരെ ചെന്ന് കേറുന്നത് ബാക്ക് സൈഡിലൂടെ ചെന്ന് ഫ്രണ്ടിൽ കേറും. എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട്. ഞാനിവിടെ ഞങ്ങൾ ആക്ച്വലി ഇവിടെ 1.5 വർഷമായെങ്കിലും എനിക്കിപ്പോഴും അറിയില്ല ഗൈസ്, എന്താ ഏതാന്നൊന്നും അറിയില്ല. ഇതേ കണ്ടോ, വെൽക്കം ടു മംഗളവനം പക്ഷി സങ്കേതം. അയ്യോ പോയി. ഓക്കെ, എനിക്കിപ്പോഴും അറിയില്ല ഗൈസ് എന്താ ഏതാന്നൊന്നും. പക്ഷെ മനുഷ്യനും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഗൂഗിൾ ചേച്ചി ഉള്ളത് കൊണ്ട് ഗൂഗിൾ മാപ്പിന്റെ അന്വേഷണത്തോടു കൂടി കണ്ടോ പോകുന്നതാണ് ഗൈസ്. അപ്പൊ അങ്ങനെ ഹായ് ഇത്രയും പച്ചപ്പ് ഞാൻ നോക്കിട്ട് എറണാകുളം സിറ്റിയിൽ ഇവിടെ മാത്രമേ ഉള്ളല്ലോ അച്ഛനാ. കാണുന്നതാണ് ഗൈസ് ഹൈക്കോടതി. കാണുന്നില്ലല്ലോ. വേഗം പോട്ടെ. ഇതാ കണ്ടോ ആ കെട്ടിട സമുച്ചയം, അല്ല ആ കെട്ടിടമാണ് കേരള ഹൈക്കോർട്ട്. ഗൈസ്, ഈ കാണുന്നതാണ് ഹൈക്കോടതിന്റെ ഏതോ ഒരു സൈഡാണ്. മരങ്ങൾ നിൽക്കുന്ന കാണാൻ പറ്റാതെ നന്നായിട്ട് കാണിച്ചു. ഇതാണ് ഹൈക്കോർട്ട്. എന്റെ അമ്മ ക്യാമറ ഒക്കെ ഉണ്ട്. നമ്മൾ എത്താറായിരിക്കുന്നു ഗൈസ്. ഏറ്റവും വലിയ ചലഞ്ചാണ് എന്ത്? പാർക്കിംഗ്. പാർക്കിങ്ങിന്റെ കാര്യം ഇവിടെ ഒരു ചലഞ്ച് തന്നെയാണ്. അതുകൊണ്ട് കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നേരെ പോയി ഗൈസ്. വിശാലമായി കിടക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഗൈസ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ടാവും, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും, ഹോൾസെയിൽ ഉണ്ടാവും, റീറ്റെയിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത്. ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവും ഇവരുടെ ഭാഷയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ ഓക്കേഷാണ്, കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയും ഓക്കേഷാണല്ലോ. അങ്ങനെ കാശിക്കൂട്ടിന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് കയറിയ രണ്ടാമത്തെ കടയാണിത്. ആദ്യത്തെ കടയിൽ കയറിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഇതാ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ബില്ല് ചെയ്തിട്ട് വീണ്ടും അടുത്ത കടയിലേക്ക് പോയി ഗൈസ്. വാങ്ങിയില്ലെങ്കിലും സാധനങ്ങളുടെയൊക്കെ വില തിരക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു. ഇത് വാമിയുടെ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഈ ചൂടൊന്നും വാമിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾ എന്റെ തോളത്ത് കിടന്ന് ഉറങ്ങി. മനുഷ്യനെ നോക്കുന്നത് ആൾക്ക് ജിമ്മിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അങ്ങനെ ആ കടയിൽ നിന്നൊരു ട്രാക്ക് സൂട്ട് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് പാരീസ് കഫേയിലേക്കായിരുന്നു. ഇതെന്താ സംഭവം? കോഴിക്കോടൊക്കെ മസാല മുട്ട. മനുഷ്യന്റെ മസാല മുട്ട പറഞ്ഞപ്പോഴേക്കും ഞാൻ സാൻഡ്വിച്ച് ആണ് ഗൈസ് പറഞ്ഞത്. കൂടെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു കടയിലേക്കാണ് വന്നത്. അവിടുന്ന് നേരെ പോയത് പരാഗിലേക്കായിരുന്നു ഗൈസ്. ഇവിടെ നിന്ന് എന്തൊക്കെയാ വാങ്ങിച്ചെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. കഴിഞ്ഞ ഡ്രസ്. ഇനി നമുക്ക് വണ്ടിയത്തേക്ക് പോകണം. പോകുന്ന വഴി ഈ ചോളം കണ്ടതുകൊണ്ട് ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്, അതുകൊണ്ട് അതും ഒരെണ്ണം വാങ്ങി. അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് 2 മണിയാകാറായി. 1 മണിയാവുന്നു. അപ്പം കുഞ്ഞ് വരുന്നത് കൊണ്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം. നമുക്കിപ്പം ഏകദേശം 2 മണിക്കൂർ നമ്മളിവിടെ പാർക്ക് ചെയ്തല്ലേ? 11:23 വന്ന് 12:45 സംഭവമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം നമുക്ക് 40 രൂപയായുള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസം ഗൈസ് കാശിക്കുട്ടന് വയ്യാണ്ട് വന്നപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് GH-ലാണ് കൊണ്ടുവന്നത് അവനെ കാണിക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ അടുത്തൊരു അപ്പം വന്നിട്ട് ചോദിച്ചു ഹോസ്പിറ്റലിൽ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞിട്ട് പുള്ളിനാണെങ്കിൽ 90 രൂപയാണ് പാർക്കിംഗ് ഫീസ് വാങ്ങിച്ചത്. 30 രൂപയുടെ 3 ടിക്കറ്റ്. 30 രൂപയുടെ 3 ടിക്കറ്റ്. ഒരു മണിക്കൂറത്തേക്ക് എത്രയാണെന്നോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം ഓരോ മണിക്കൂറിന് ചാർജ് എത്രയാണെന്നോ ഒന്നും അറിയില്ല. 90 രൂപ മേടിച്ചു. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും പോകാറുണ്ട്. എല്ലായിടത്തും വണ്ടി ഇടാറുണ്ട്. അവിടെയൊക്കെ ലേക്ക് ഷോറിലൊക്കെ ടണൽ പാർക്കിംഗ് എത്ര വെച്ചിട്ട് 20 രൂപയ്ക്ക് ശേഷമുള്ള ഓരോ മണിക്കൂറിനും 10 രൂപ. അതെ, അതും ഒരു 10-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഒരു 15 മിനിറ്റ് ആയി 5 മിനിറ്റ് കൂടി കഴിഞ്ഞാലും ഒരാ 20 രൂപ തന്നെ മേടിക്കും. അമൃതയിലാണെങ്കിലും അത് അമൃതയിലൊക്കെ മറ്റേ ഇതാണ് കാടാ. ഇത് അവരുടെ പാർക്കിംഗ് പ്രമിസസിലല്ലല്ലോ, ഇത് പുറത്തത്തെ പാർക്കിങ്ങിലാണ് ഇട്ടേക്കുന്നത്, റോഡ് സൈഡിൽ. അല്ലാതെ ഹോസ്പിറ്റലിന്റെ അല്ല. പക്ഷെ എന്നിരുന്നാലും ഈ 90 രൂപയ്ക്ക് അതിച്ചിരി കൂടുതലല്ലേ ഗൈസ്? എനിക്ക് തോന്നുന്നത് ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് 30 രൂപ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി 3 എണ്ണം കീറി തന്ന 90 രൂപ മേടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നത്തെ സാഹചര്യം നമുക്ക് ചോദിക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക്. ഇതുപോലെ തന്നെ ഇപ്പൊ ആലപ്പുഴ ബീച്ചില് വണ്ടി കൊണ്ടുവന്നാണ് 25 രൂപ. ആ മറ്റേ എപ്പോ വീഴുമെന്നറിയാത്ത ഫ്ലൈ ഓവറിന്റെ അടിയിലാണ് നമ്മൾ വണ്ടി കൊണ്ടിടുന്നത്. അതിന് 25 രൂപ നമ്മൾ കയ്യിൽ നിന്ന്. ചെന്നപ്പോ തൊട്ട് വാമിക്കുട്ടൻ ഉറക്കം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അവിടെ കാണുന്ന എല്ലാ ടോയ്സും ഇപ്പൊ വണ്ടിയിൽ ഉണ്ടായേനെ. അപ്പം എന്തൊക്കെയാ വാങ്ങിച്ചെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. കൂടുതലും വീട്ടിലിടാനൊക്കെ വേണ്ടിയിട്ടായതുകൊണ്ട് എന്താ ഇങ്ങനെ ഞാൻ കോച്ച് സെറ്റായിട്ടാണ് കൂടുതലും വാങ്ങിച്ചത്. ഇങ്ങനെ കാണുന്നുണ്ടോ ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. അതിൻ്റെ തന്നെ സെയിം വേറൊരു കളറ് ഇത് വാങ്ങിച്ചു ഗൈസ്. ഇതും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നിക്കർ വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെന്താ ജസ്റ്റ് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ഇടാനായിട്ട് ഓൾറെഡി ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് ബോട്ടവും പാൻറ്റും ബനിയനും കൂടെ ആയിട്ട് ഒരെണ്ണം എടുത്ത് ഗൈസ്. പിന്നെ വീണ്ടും കുറച്ച് വീട്ടിലൊക്കെ ഇടാനായിട്ട് കുറച്ച് 2-3 നിക്കർ എടുത്തു ഗൈസ്. ഇത് ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ ഈ 3 കളേഴ്സ് എടുത്തു. പിന്നെ ജസ്റ്റ് വാമിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകളില്ലേ, അങ്ങനത്തെ ഒരു 2 എണ്ണം ചുമ്മാ ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ടിങ്ക് അങ്ങനത്തെ 2 എണ്ണം ഞാൻ എടുത്തു ഗൈസ്. ഇതാണ് കുട്ടികൾക്ക് 2 പേർക്കായിട്ട് വാങ്ങിച്ചത്. ഞാൻ ഈ ഒരു പാൻറ് അത് മനുഷ്യറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാനായിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് കഴുകുമ്പോൾ ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ ഇത് വാങ്ങിച്ചു ഗൈസ്. പിന്നെ ഇങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചു ഗൈസ്.
ഇത് ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഷൂസും പിന്നെ ടവലും ഒരു ചെറിയ ബോട്ടിൽ വെള്ളം ഒക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു. ഇപ്പം വലിയൊരു ബാഗ് കൊണ്ടാണ് ജിമ്മിൽ പോകുന്നത്, അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വാങ്ങിച്ചതായിരുന്നു ഗൈസ്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഞാൻ പരാഗിൽ കയറിയപ്പോഴത്തേക്ക് വാങ്ങിച്ചാണ് ഗൈസ്. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ഇതും എനിക്ക് കോഡ് സെറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗൈസ്. നല്ല ഭംഗിയില്ലേ? അതിനൊക്കെ ഇതിന് 2 ലൈനിങ് ആണ് കേട്ടോ. ഇത് പിന്നെ കൂടുതലൊന്നും കാണിക്കണ്ടല്ലോ. ഇത് നോക്ക്. ഓ മൈ ഗോഡ്. ഇനി ഇത് കോഡ് സെറ്റ് തയ്ക്കണം. അതിന്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്താ ഈ കോൺ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണിത്. അങ്ങനെ എന്താ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് കഴിക്കാനത് എൻ്റെ ലിപ്സ്റ്റിക്ക് പോകുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇത് വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം ഗൈസ്. ഒരു ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ സാധനമാണ്. പക്ഷെ മഞ്ചാണ് ഇഷ്ടമല്ല. പക്ഷെ കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്, ഞാൻ കഴിച്ചോളാം. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.